അവർക്ക് എന്തില്ല? ഓക്കേഷ് ഇല്ല. എന്താ ഓക്കേഷ്? ബാലൻസ് ഇല്ല. ഇവിടെ എന്താ? ഇവിടെ എന്തില്ല? ഓക്കേഷ് ഇല്ല. എന്തേ ഉള്ളൂ? ഐ എം ഹംഗ്രി, വിശന്നു, ദെൻ കൊന്നു, പിന്നെ തിന്നു. തൊഴിലാളികൾ വിശക്കുന്നു, കിൽ, ജോലിക്ക് പോയി, ഈ കഴിച്ചു. ഓക്കേഷ് ഇല്ല. അപ്പൊ ഓക്കേഷ് ഇല്ലെങ്കിൽ പരിപാടി എന്താ? ആസ് എ എനിമൽ, ഒരു മൃഗത്തെ പോലെയുള്ള ജീവിതം. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടണം? മൃഗത്തെ പോലെ, വാക്കേറിയ പോലെ തന്നെ ദൈവം ഭക്ഷണം തരുന്നു പറഞ്ഞ പോലെ. അങ്ങനെയുള്ള ജീവിതം മതിയോ നിങ്ങൾക്ക്? അല്ലേ? നമുക്ക് എന്ത് വേണം? ഇതിൽ നിന്നും ഓക്കേഷ് ഉണ്ടാക്കിയിട്ട്, ഇൻവെസ്റ്റ് ചെയ്ത്, ലാഭം ഉണ്ടാക്കിയിട്ട് ജീവിതകാലം വരെ സുന്ദരമായിട്ട് ജീവിക്കണം. അപ്പൊ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഇവിടെ ഈ ബ്രെയിനിൽ നമുക്ക് വിജയിക്കാനുള്ള എന്തോ അതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ഇത് നമ്മൾ വയറിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നിട്ടാണ് നമ്മൾ എന്തായത്? ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നത്. ആ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് പിറന്നപ്പോൾ ദൈവം ഒരു കാര്യം നമ്മുടെ ബ്രെയിനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും വിജയിക്കാനുള്ള എല്ലാ കഴിവുകളും ഓരോരുത്തരുടെ ബ്രെയിനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് മറ്റൊരാൾ പറയുമ്പോൾ അപ്പോൾ മാത്രമേ നമുക്കിത് കാണാൻ പറ്റൂ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാം? ഇന്നേ വരെ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഇവിടെ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു കമ്പനിയാണ് ജസ്പേഡ് ഇന്റർനാഷണൽ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കിവിടെ ഒരു 2 കോടിയിലേക്ക്. അതായത് ഇവിടെ പറയണത്, നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ തന്നെ ദൈവം എല്ലാ കഴിവുകളും തന്ന് ദൈവത്തിൻ്റെ അതേ കഴിവുകളോട് കൂടി തന്നെയാണ് നമ്മൾ ഭൂമിയിലേക്ക് ജന്മം നൽകുന്നത്. നമ്മൾ പറയില്ലേ, എന്ത് തേജസ്സാണ് കൊച്ചിനെ കാണാൻ, അല്ലേ? എന്ത് പുഞ്ചിരി തൂയിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ 2 വയസ്സ് കഴിഞ്ഞ്, 3 വയസ്സ് കഴിഞ്ഞ്, 4 വയസ്സ് കഴിഞ്ഞ് ബുദ്ധി ഉറക്കാനാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പലതും പറഞ്ഞ് നമ്മളെ പിന്നോട്ട് വലിച്ചു. ആ പിന്നോട്ട് വലിക്കുന്നതിന്റെ ഫലമായിക്കൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ആ അനുഗ്രഹം കുറഞ്ഞു 20% എത്തുകയാണ്. അതായത് 25 വയസ്സെത്തുമ്പോഴേക്കും 100 ആ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം 20% 80% ചെകുത്താന്റെ പിടിയിൽ, നോയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. യെസ്. കാരണം എന്താ? മുട്ടിലഴിയുമ്പോൾ ഒന്ന് ജനൽമേൽ പൊത്തിപ്പിടിച്ച് കയറും എന്ന് പറയും, മോനെ കേറല്ലട്ടാ, വീഴുണ്ടാ, അല്ലേ? നീ പെണ്ണാണ്ടാ, വേണ്ടട്ടാ. ഇങ്ങനെ